ആ തുണികൾ മാറ്റാട്ടോ. എന്നാ ഉപ്പ് വലിച്ചു പോച്ച മതി മതി മതി. ഞങ്ങക്ക് ചെമ്പേക്ക് പറ്റുണ്ട് മതി. പിന്നെ ഈ കണ്ട കായൊക്കെ കിട്ടിക്ക് കല്ലുപ്പാന്ന് കാര്യം ഞാൻ തരാം 10 രൂപ. എത്ര കല്ലുപ്പിന്? എന്നാലും ആ ചെമ്പ് പോയി കിട്ടൂലേ. മതി. ഇതോ ഞാൻ ചോദിച്ചാ പോവും. തോനെ പണി ഉണ്ടാക്കണ്ട വെച്ചിട്ടാണ്. ഇതിങ്ങനെയല്ലേ ലേസം പണി തോന ലാഭം. ലേസം പണി തോന ലാഭാണ്. അതിനൊന്നും ഇവിടെ ലേഖാവൂല. അത് ലേഖ അല്ല ആ തുണി ചളിയാക്കണ്ട. ഞാൻ തുണി ഹലോ, അസ്സലാമലൈക്കും. അപ്പൊ നമ്മളെ ലേഖം വരകടീന്റെ ഫസ്റ്റ് പാർട്ട് തന്നെ ഉണ്ട് കേട്ടോ. കുറെ ആൾക്കാർ ചോദിച്ചു, താത്ത നിങ്ങൾ ആട് ചന്തീന്ന് ഓടുന്നതാണോ, എന്തൊക്കെ ഇതിന്റെ അവസ്ഥ ഒന്ന് പറഞ്ഞാണിന്ന് കേട്ടോ. അപ്പൊ അത് ലെങ്ത് വീഡിയോയിലാണ് കാണിച്ചാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ കൂട്ടത്തോടെ നിൽക്കണ ആട്ടും കൂട്ടത്തു നിന്നാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഇവര് നേരം വെളുത്ത തൊടുകൂടി പറമ്പക്കൂടി ഒക്കെ മേയാൻ വേണ്ടി വിടുന്ന ആ ആടാണ് കേട്ടോ നമ്മളെ ലേഹത്ത് കൂട്ടുന്നത്. ഒരാട് പറമ്പുകൂടിയും കാട്ടുകൂടിയൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ 101 ഇല കടിച്ചു എന്നൊക്കെ പറയണ കേട്ടോ. ആ ഇലയും കടിച്ച് ഈ ഇലയും കടിച്ച് എല്ലാ ഇലയും ഇങ്ങനെ കടിച്ച് പോവും. ആ ഇലന്റെ ഒക്കെ ഔഷധ ഗുണം നമ്മൾ ഈ നാടൻ ആടിൽ ഉണ്ട് എന്നൊക്കെ പറയണ കേട്ടോ. അപ്പൊ അങ്ങനത്തെ ആടിനെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ. ഒരു വിധം ഇതിൽ ഒപ്പിച്ചാൻ പറ്റുന്നിടത്തോളം ഒക്കെ നല്ല നല്ല സാധനങ്ങൾ നോക്കി കിട്ടോളം കിട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ലേഖം വരകണത്. ഒരാഴ്ച ചിലപ്പോൾ വെക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ എന്താ പറയുക പറയണ ദിവസം തന്നെ നമുക്ക് ആയി കിട്ടൂല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കരുതിയ മാതിരിക്കത്തെ സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ച നമുക്ക് ഈ ആഴ്ച എന്ന് പറഞ്ഞ സാധനം എന്നാലും നിങ്ങൾക്ക് കാത്തിരുന്നാലും കിട്ടുന്ന സാധനങ്ങൾക്ക് നല്ലതേക്കാരം കേട്ടോ. മുളപ്പിച്ച അല്ല പയർവർഗ്ഗങ്ങളാണെങ്കിലും അതൊക്കെ മുളപ്പിച്ച് കേകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചുങ്ങാണ്ടാണ് കേട്ടോ നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് ഈ സാധനം എത്തിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഒക്കെ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ്. എള്ളാണെങ്കിലും അതേപോലെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ എടുക്കുമ്പോൾ തന്നെ കജ്ജിലെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ലോക്കൽ സാധനം ഏതാണ് മറ്റേത് ഏതാണ്. അപ്പോൾ അങ്ങനത്തെ നല്ല നല്ല സാധനങ്ങൾ തന്നെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മറക്കേണ്ട മക്കളെ. ആ ലൈക്കുമ്പോ തൊട്ടുകൊടുക്കിട്ടോ. ഇനി വരുന്ന വീഡിയോസ് കൂടി ഒക്കെ വാപ്പൂന്റെ തള്ളും ഇഞ്ച തള്ളും ഒക്കെ പാടായിട്ട് ഞങ്ങൾ ലേഖം വരക നേരം വെളുക്കോളം ഇല്ല കഥ പറച്ചിലും കടങ്കഥ പറച്ചിലും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ആണ്. ഇങ്ങൾക്കും വേണ്ടത് വാപ്പൂന്റെ വീഡിയോസ് ആണെന്ന് വെച്ച് മനസ്സിലായിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടം പോലത്തെ വീഡിയോസ് തന്നെയാണ് നമ്മൾ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പൊ മക്കളെ ഇതൊന്നും ഞങ്ങൾക്ക് എപ്പോഴും കിട്ടൂല കേട്ടോ. തെങ്ങുമ്പൊക്കെ കിട്ടാൻ കുറച്ച് പണിയതാ. തെങ്ങുമ്പൊക്കെ 2 സെറ്റ് കഴിക്കണ്. ഇതൊക്കെ ഓരോരുത്തരെ ഏൽപ്പിച്ചതാണ് കേട്ടോ. നമ്മളെ വാപ്പ് ഞാനിത് വരായിട്ട് നേരെ എന്താണ് വരൂലെന്നാവുന്നേറ്റ് തെറ്റിപ്പോയി. പിന്നെന്താ വണ്ടി പോയി വണ്ടി കേൾക്കണം. വണ്ടി വാപ്പുഞ്ച പണിക്കാരനായപ്പോ സൂപ്പർ ആയിക്കണല്ലോ. അല്ലേ നല്ലൊരു ലുക്ക് ആയിക്കണു. അല്ല ഇനിയിപ്പോ ഡ്രസ് എങ്ങനെ പണിയെടുക്കാന് തുണിയാ മതി. അല്ല ഇനി വേറെ അന്ന് ഞമ്മള് കുഞ്ഞാമലേക്ക് വാങ്ങിക്കോളെ ആടിലേക്ക് മാത്രം ഞാൻ ഇജ്ജുണ്ടാക്കിയോണ്ട് ഇവിടെ വന്നാ പണിയുണ്ട് വേപ്പാവ് ചെമ്പ. അല്ല ഓന്റെ ഡ്രസ് ഒന്ന് മാറ്റണ്ടേ. ഇതൊന്ന് തോലെടുക്കണം കേക്കോ. ഈ തൊലി ഇതൊക്കെ ഞാൻ അത് എടുക്കന്നേനു. അല്ല ഈ തൊലി എന്താട്ടുണ്ട് ആ കത്തിയോണ്ട് എടുക്ക. മുള്ളാണ് മുള്ളന്നെയാണ്. അതൊക്കെ മരുന്നാണ്. അതൊക്കെ എന്താ ഏതാണെന്നൊന്നും അറിയണ്ട. ഞാൻ കജുമ മുള്ളത്തിട്ട് പറക്കായിരുന്നെ. കേദിട്ട പണിയൊക്കെ അല്ല ഇതെന്താണ് കത്തി വേണം. കത്തി വേണ്ടേ? അതിന് തോലിയാ വേണ്ടേ? വേരുമത്തെ തോലിയൊക്കെ വെച്ച് കിട്ടിയിരുന്നു. ഇടങ്ങേറിലൊക്കെ എനിക്ക് കിട്ടിയ കജുമ മുള്ളത്ത് മുള്ളത്തും
കറണ്ട് ഉണ്ടായില്ല അതുവരെയും. ഞാൻ കണ്ടിട്ട് പോയി കറണ്ട് മരം മുറിച്ചതിനോട് മരം ആ കഴിഞ്ഞു. നിങ്ങളെ നാട്ടുകാരെ പറ്റില്ല. എന്തേ നാട്ടുകാരെ കുറ്റം പറയാൻ ഞങ്ങളെ നാട്ടിലൊന്നും കണ്ടി വീഡിയോ എല്ലാരും കാണും കേട്ടോ. നല്ലോണം ഓർമ്മ വെച്ചോ ഞാൻ ബസ്സാണെങ്കിൽ ആരും കണ്ടിട്ടില്ല അല്ലേ? ഞാൻ ആദ്യം ഇതിട്ട് വരാം ഇജാബിട്ട് വരാം. എന്നാ ഞങ്ങളെ പ്രിയദർശിനി ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടും കിട്ടും. ഷർട്ട് അയച്ചിട്ടുണ്ടേ നീ ടീഷർട്ട് ഇട്ടോ. അത് ഞാൻ എന്താ പറയാ മിക്സിയില് എപ്പോ പോണ കയറും 4:04 നാലരക്കോ ആറിലേക്കും ആരായിരുന്നു കുഞ്ഞാപ്പുന്നാള് പറഞ്ഞു ആടിലേക്ക് നേരത്തെ കജുന്നോ എന്നോട് അങ്ങനെ പറഞ്ഞു. ഇതിനാണ് നിങ്ങൾക്ക് എന്തെല്ലാം കേട്ടോ. അല്ല വട്ടത്തീർക്കാർക്കല്ല കേട്ടോ. എന്താ ചന്തക്കട് കത്തിയോട് എടുക്കുക. ഞാൻ കത്തിയോണ്ട് ഞാൻ എടുത്താ വേഗം കിട്ടും അതിനെ തൊലി. ഇതിലാറ് നല്ല എങ്ങനെ കയറും അവർക്ക് കുട്ടികളെ കുട്ടിനെ കൊണ്ടുവരാനാണ്. രാവിലെ തന്നെ പണി വന്നൊക്കെ തന്ന പണി. അത് നല്ല ഡ്രസ്സും മറ്റൊരു പണി തന്നേന് ചെന്ത കരുതി വെള്ളത്തുണി വെള്ളക്കുപ്പായത്തും ഞാൻ ആ മറ്റേ കുപ്പായത്തും വെള്ളം തരാല്ലത്. ഞാനൊന്ന് വീഡിയോ എടുക്കാൻ കോലം ഉണ്ടായില്ല പിന്നെ വേഗം വീഡിയോ എടുക്കാൻ തെറ്റ്. ഞാനിപ്പോ വീഡിയോ എടുക്കണമെങ്കിൽ ഒന്ന് മാറ്റാൻ നിക്കണം. കുഞ്ഞാവ കുഞ്ഞാവനെ എടുക്ക കുഞ്ഞാവ തണ്ടാൻ പോയിക്കല്ലേ. ഓ എന്നൊരു നേരം വിളിക്കുമ്പോ പോയതോ ഒരു പണിക്കോനെ കിട്ടി. തിളപ്പിച്ച് അതൊക്കെ നമുക്ക് വജ്ജുണ്ട് ഏലന്റെ മരുന്ന് വേറെ സംഭവം ഉണ്ട്. കാലുമുട്ട് വേദന അല്ലേ അതിന് തിളപ്പിച്ച് പാല് നല്ലതാ. നല്ലതാണ്. ആരാനോട് പറഞ്ഞു ആരാനോട് പറഞ്ഞു അത് തേച്ചോണ്ട് തിളപ്പിച്ച് കാൽമുക്കാരുടെ മുട്ടനാ ആടെന്തായി ആ മറ്റേ ഞാൻ ക്ലീൻ ആക്കി തരട്ടോ നാളെ. ഏത് ആടല്ലേ? എന്റെ ആടിനെ കാത്തിക്കണെങ്കി ഇന്നപ്പൊ ഇന്ന് വരകില്ല. ആടും കൊണ്ടുവരാന്ന് പോയതല്ലേ? ആട് ജീവനോടെ വേണം അറുത്തിട്ട് കൊണ്ടുവരണം. അറുത്തിട്ട് കൊണ്ടണ്ട നമുക്കിവിടെ ഫ്രഷ് ആക്കി. അതെ ഞങ്ങളിവിടെ ലൈവ് കച്ചവടം. അതെ ലൈവ് കച്ചവടം. ഞാനും ലൈവ് കച്ചവടം കഴിഞ്ഞുണ്ട്. വായട്ടി ഇതെന്തായിരുന്നു വായന്റെ കൊറേ ഒട്ടിക്കണം ഇവിടെ. വായക്കൊലുണ്ടോ മൂത്തുണ്ടോ? അതിലുണ്ടോ? അവിടെ തന്നെ ഒട്ടിച്ചേക്കാന്നോ വായന അങ്ങനെ ഒട്ടിക്കൊണ്ടോ? അപ്പൊ അപ്പൊ നമുക്ക് വായന്റെലൊക്കെ സംഘടിപ്പിച്ചു കേട്ടോ. എന്റെ ചെറിയ ഞാന് തൊടുക പറഞ്ഞു കൊടുത്തിക്കണേ അവിടെ വേറെ പണിയില്ലേനെ പോലെ. ഏത് തെങ്ങുമുട്ടിയോ? അതായിരിക്കാണ് എനിക്ക് വറകിനല്ലേ നമുക്ക് അടുപ്പിനല്ലേ? അതിനെന്നെയാണ് റബ്ബറിന്റെ വർക്കാണ് ആർക്കും കൊടുക്കാൻ. ഇത് അതല്ലേ. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ ചാനലും ഞങ്ങളെ ലേഹത്തിന്റെ ബിസിനസിനെയും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച് തരണം കേട്ടോ. ഇനി ലേഹ്യം വേണ്ടാന്നുണ്ടെങ്കിലും ലേഹം വേണ്ടവരെ വീട്ടിലേക്കൊന്ന് ഷെയർ ചെയ്ത് കണ്ടൊക്കെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവരോടും നമ്മളെ വീഡിയോക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിച്ചാൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സഹകരിച്ചട്ടോ. അപ്പൊ നമ്മളെ വീഡിയോന്റെ അഭിപ്രായം ഒരു കമന്റ് ആയിട്ട് നിങ്ങൾ തരണം കേട്ടോ. ഒരു ലൈക്കും ഒരു കമന്റും നിങ്ങൾ തരിക. കമന്റും കൂടി ഞാൻ സമ്മാനം തരുന്നുണ്ട്. എന്നിട്ട് എന്താ നിങ്ങൾക്ക് കമന്റ് ഇടാൻ ഇത്ര മടി? ഏതായാലും മടിയില്ലാത്തവരൊക്കെ ഒന്ന് കമന്റ് ഇട്ടോളിയും ലൈക്ക് അടിച്ചോളിയും. അപ്പൊ എല്ലാവരോടും അസ്സലാമു അലൈക്കും.